ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കപ്പിൾസ് കിച്ചൺ. കപ്പിൾസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ എല്ലാവരും എല്ലാവർക്കും ഒരു വിഷമമുള്ള സമയമാണിപ്പോൾ. ഒരിടത്ത് കോവിഡിൻ്റെ കേസസ് കേരളത്തിൽ കൂടി വരികയാണ്. മറ്റൊരിടത്ത് നിങ്ങൾക്കറിയാം, മഴ ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട്. മഴ കാരണം ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും എല്ലാം ഉണ്ട്. എല്ലാവരും സേഫായിട്ടിരിക്കുക, അധികം വീടുകളിൽ നിന്ന് പുറത്തു പോകാതിരിക്കുക. അത് മാത്രമല്ല, മഴയാണ്, അതിൻ്റെതായിട്ടുള്ള പ്രിക്കോഷൻസ് എല്ലാവരും എടുക്കുക. ശരി, നമുക്ക് എപ്പിസോഡിലോട്ട് പോവാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് കാര്യം എന്താണ്? മുട്ട ബജിയാണ് ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. വസ്തുവിന് എല്ലാവരും തയ്യാറല്ലേ? വസ്തുവിന് തയ്യാറല്ലേ? ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം മുട്ട ബജിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ആദ്യം നമ്മളിവിടെ ഒരു 5 മുട്ട എടുത്തിട്ടുണ്ട്. ഉപ്പ്, കാശ്മീരി ചില്ലി പൗഡർ, ഇതെന്താണ്? മൈദ. കടലമാവ് വേണമെങ്കിൽ കടലമാവ് എടുത്താലും മതി, കുഴപ്പമില്ല. കുറച്ച് അരിപ്പൊടി, സവാള, പെരുംജീരകം, മുളക്, ആവശ്യത്തിന് എണ്ണ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇനി ഷെഫ് ആര്യ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ടിങ്? മിക്സ് റെഡിയാക്കാം. ഓക്കെ, ഉള്ള സവാള എല്ലാം മസൂട്ടൻ തന്നെയാണ്. സവാള നമുക്ക് ഒരു 2 സവാളയുണ്ട്. ഇത് ആദ്യം സവാള ഇടാം. മസൂട്ടൻ സവാള തിന്നാനിരിക്കുകയാണ്. ഇനി ഇത് 2 പച്ചമുളക് ഉണ്ട്, അതും ഇതിലേക്ക് ഇടാം. പെരിഞ്ജീരകം, ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മഴയാണ്, വെളിയിലൊന്നും ഇറങ്ങല്ലേ എന്ന് പറ. ഓ ശരി, എല്ലാവർക്കും ഒരു പാട്ട് പാടിക്കൊടു. പുതിയൊരു പാട്ട് പാടിച്ചല്ലോ, അത് പാടിക്കൊടു. തീർന്നു? തീർന്നു? അതിന് മീശ വന്നില്ലല്ലോ. മീശ വരൂ. ശരി, അരി എന്തായി? ഇനി നമുക്ക് ഇതിലോട്ട് മൈദമാവ് ഇട്ട് കൊടുക്കാം. ഓക്കെ, മൈദമാവിന് പകരം കടലമാവാണെങ്കിൽ യൂസ് ചെയ്യാം. ഇത് 1 കപ്പ് മൈദമാവുണ്ട്. മൈദമാവ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ആ ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് അരിപ്പൊടി. ഇതിലോട്ട് ലേശം കാശ്മീരി ചില്ലി പൗഡർ, അത് നിറത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇതിലോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മിക്സ് ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇനി വേറൊന്നുമില്ല, വളരെ സിമ്പിളാണ്. മുട്ട ഇതിനകത്ത് മുക്കുന്നു, പൊരിച്ചെടുക്കുന്നു. അപ്പോൾ നമ്മൾ ഫ്രൈയിങ് പാൻ റെഡിയാക്കി, എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട പൊരിച്ചെടുക്കാം. സാധനം റെഡി ഇവിടെ. അങ്ങനെ നമ്മുടെ മുട്ട ബജി റെഡി ആയിരിക്കുകയാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടാണ്. സൂപ്പറായിട്ടുണ്ട്. ഭയങ്കര ചൂട്. ചോദിച്ചോ
ചൂടാണ്. ഓ അതിന് വന്നില്ലല്ലേ. ആ കഴിച്ചോ? ചൂടാ? ചൂടല്ലാത്തൊരു പോഷൻ. ആ ഓക്കെ, എങ്ങനെയുണ്ട്? അച്ഛന് മുട്ട കിട്ടിയിട്ടില്ല, നല്ല ചൂടാണ്. ചൂടാറിയിട്ട് നമുക്ക് കഴിക്കാമേ. ഫ്രണ്ട്സ്, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വളരെ സിമ്പിളാണ് മുട്ട ബജി. നമ്മൾ കരുതും പോലെ കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീട്ടിലെല്ലാവരും സേഫായിട്ട് ഇരിക്കുക, ആവശ്യത്തിന് മാത്രം പുറത്തിറങ്ങുക. അതുമാത്രമല്ല, നല്ല മഴയാണ്, അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസും കാര്യങ്ങളും എല്ലാം നിങ്ങൾ എടുക്കുക. ബി സേഫ്. ഓക്കെ, വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ബൈ ബൈ പറയാം. ഓക്കെ, വി ആർ സൈനിങ് ഓഫ്. ബൈ ബൈ.